അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും അള്ളാഹുവിനോട് അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നാം എല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. അത് സ്വന്തമായ വീടായാലും ശരി, വാടക വീടാണെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ വീടുകളിൽ താമസിക്കുന്നവരാണ്. വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ എന്നത്തെയും ഒരു സ്വപ്നമാണ്, ആഗ്രഹമാണ്. വീടില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരുമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു മനുഷ്യൻ്റെ ജീവിത സൗഭാഗ്യങ്ങൾ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു നല്ല മാന്യമായ സ്വന്തമായ തലചായ്ക്കാൻ ഒരു ഇടം. 2, യാത്ര ചെയ്യാൻ മാന്യമായൊരു വാഹനം. 3, റാഹത്തായ ഒരു ഇണ. ഇത് 3ഉം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടിയാൽ അവന് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്, നമ്മുടെ വീടുകളിൽ പലപ്പോഴും പലരും പരാതിയും പരിഭവങ്ങളും ഒക്കെ പറയാറുണ്ട്. വീട്ടിൽ പ്രയാസങ്ങളാണ്, ഐശ്വര്യമില്ല, രോഗങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ള സഹോദരങ്ങളെ? അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പല ആളുകളും ചെയ്യാറില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്തിനും നമുക്ക് പ്രതിവിധി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് പ്രാവർത്തികമാക്കാത്തതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. മദീനത്തു പള്ളിയിൽ ഒരു മനുഷ്യൻ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ ദുഃഖിതനായിരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് കാര്യം അന്വേഷിച്ചു. ആ മനുഷ്യൻ പ്രവാചകനോട് ജീവിതത്തിൻ്റെ ദുരിതങ്ങളും മക്കളുടെ പട്ടിണിയും കുടുംബത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോനെ, നീ എന്തിനെ പ്രയാസപ്പെടുന്നു? നിന്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ, പട്ടിണി മാറാൻ, നിന്റെ വീട് ഐശ്വര്യം കൊണ്ട് നിറയാൻ, ഐശ്വര്യ സമ്പൂർണമാകാൻ, സമാധാനത്തിൻ്റെ ഭവനമാകാൻ നീ ഇന്നു മുതൽ ഞാൻ പറയുന്നതൊന്ന് ചെയ്തു നോക്കൂ. നിന്റെ വീട്ടിലേക്ക് വഇദാ ദഖൽത അലാ അഹ്ലിക വഇദാ ദഖൽത അലാ ബൈതിക ഫസല്ലിം അലാ അഹ്ലിക. നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന് സലാം പറയണം. നമ്മൾ എത്ര പേര് സലാം പറയാറുണ്ട്? സലാം എന്ന് പറയുന്നത് പരസ്പരം മനസ്സുകൾ കൂട്ടിയോജിക്കുന്ന ഒന്നാണ്, സ്നേഹം വർദ്ധിക്കുന്നതാണ് സലാം. ഭാര്യ ഭർത്താവിന് സലാം പറയണം, ഭർത്താവ് ഭാര്യയ്ക്ക് സലാം പറയണം, മാതാപിതാക്കൾ മക്കൾക്കും, മക്കൾ മാതാപിതാക്കൾക്കും സലാം പറയണം. നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഉള്ളവർക്കൊന്ന് സലാം പറഞ്ഞു നോക്കൂ. ഇനി വീട്ടിൽ ആരുമില്ല എങ്കിൽ സ്വന്തം നഫ്സിന് സലാം പറയണം, സ്വന്തം നഫ്സിന് നമ്മൾ സലാം പറയണം. പ്രിയമുള്ള സഹോദരങ്ങൾ, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് സ്വന്തം നഫ്സിന് സലാം പറയുക. രണ്ടാമതായിട്ട് പ്രവാചകൻ ആ മനുഷ്യനോട് പറഞ്ഞു, മോനെ, നീ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നീ ഒരു സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞു. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖറ ഖുൽ ഹുവല്ലാഹു അഹദ് മറത്തൻ വാഹിദ. ഒരു പ്രാവശ്യം നീ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഈ ദുആയും ദിക്റുമായിട്ട് ഈ മനുഷ്യൻ പോയി വീട്ടിലേക്ക് എപ്പോൾ വീട്ടിൽ പ്രവേശിക്കുമ്പോഴും ഇത് 3 കാര്യങ്ങളും അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഫഫഅല റജുലു, ആ വിഷമങ്ങളും പ്രയാസങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച ആ മനുഷ്യൻ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി. ഫസാദല്ലാഹു അലൈഹി റിസ്ഖഹു, അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകി, വീട്ടിൽ ഐശ്വര്യം നൽകി. അല്ലാഹു തആല വീട്ടിൽ സന്തോഷവും സമാധാനവും നിറച്ചു കൊടുത്തു. എത്രത്തോളം? ഹത്താ അഫാല അലാ ജീറാനിഹി, ആ വീട്ടിലുണ്ടായ ഐശ്വര്യം ആ വീട്ടിൻ്റെ പരിസരത്തുള്ള അയൽ വീട്ടുകളിൽ പോലും ഇങ്ങനെ ഒഴുകിയെത്തി എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ എന്തേ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കും ഇത് പാലിച്ചുകൂടെ? നമുക്കും ഇത് പ്രാവർത്തികമാക്കിക്കൂടെ? നമ്മളെയും വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒന്ന് സലാം പറയൂ. അവിടെ ഉള്ളവർക്ക് ആരുമില്ലെങ്കിലും സ്വന്തം നഫ്സിന് സലാം പറയൂ. മുത്തുനബി തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചെല്ലൂ. ഒരു സൂറത്തുൽ ഇഖ്ലാസ് നമ്മളൊന്ന് പാരായണം ചെയ്തു നോക്കൂ. അനധിവിദൂര ഭാവിയിൽ പ്രിയമുള്ളവരെ, പടച്ചവൻ്റെ അനുഗ്രഹം, അവൻ്റെ ഐശ്വര്യം നമ്മുടെ വീടിൽ ഉണ്ടാകുന്നതും പരിസരത്തെ അയൽക്കാരിലേക്കും ഈ ഐശ്വര്യം
ഒഴുകിയെത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും വെറുതെ പറയുകയില്ല. മുത്തുനബിയുടെ ഹദീസാണ്. പൂർണ്ണമായി 100% അത് വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിങ്ങൾ ഇന്നു മുതൽ പ്രവർത്തിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബറക്കത്ത് നമ്മുടെ ഭവനത്തിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് ഈ ഹദീസ്, ഈ അറിവ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മുഴുവൻ വേണ്ടപ്പെട്ടവർക്ക്, മുഴുവൻ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്തു കൊടുക്കൂ. അവരും ഇത് പ്രാവർത്തികമാക്കി വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ പെട്ടെന്ന് ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എത്താൻ അതൊരു കാരണമായി തീരും. ദുആ വസിയ്യത്തോടുകൂടി അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.